our DOP, Mr. Prakash. I would like to thank the cameraman, and I would like to thank the music director and my own team, headed by Mr. Pradeep and Mr. Hem Kumar. All of you guys, in some way or the other, have made this film successful, and I'm beyond grateful for all of your help. So, thank you so much, and I really look forward to. താങ്ക് യു സോ മച്ച് സർ ഫോർ മുത്തശ്ശി. സോ നമ്മളുടെ ഇന്നത്തെ സ്റ്റാർസ് ഓഫ് ദ ഡേ, അല്ലെങ്കിൽ നമ്മുടെ സീരീസിലെ സ്റ്റാർസ്, കുട്ടി 2 സ്റ്റാർസ് ഉണ്ട്. നമ്മളിനി അവരിലേക്ക് പോവുകയാണ്. സോ ആദ്യം ഞാൻ ഒർഹാൻ ഒർഹാൻ പറയും മോനെ, എങ്ങനെയുണ്ടായിരുന്നു? ഹലോ, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടർ ചെയ്യുന്നത്. ഈ സിനിമ കാണുന്ന മുമ്പ് എങ്ങനെ വരും അങ്ങനെ വരും എന്നൊക്കെ ഒരിതുണ്ടായിരുന്നു. കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അവസാനം കരയൊക്കെ ചെയ്തു. പിന്നെ മുത്തശ്ശിയുടെ അലറലും ഒക്കെ കേട്ടിട്ട് ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു. ഓക്കെ മോനെ, മൊത്തത്തിൽ മോന് ഇഷ്ടമായി? മൊത്തത്തിൽ മോൻ ഇപ്പോഴല്ലേ തിയേറ്ററിൽ കാണുന്നത്, ഇഷ്ടമായോ? ഞാൻ ഇത് അല്ലാതെ ഡബ് ചെയ്തപ്പോൾ മാത്രമേ കണ്ടിട്ടുള്ളൂ, അല്ലാതെ തിയേറ്ററിൽ കണ്ടില്ല. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. സോ നമ്മുടെ അടുത്ത കുട്ടി സ്റ്റാറിലേക്ക് നമ്മൾ പോവാണ്. ദാറ്റ് ഈസ് നമ്മളുടെ സ്വന്തം കാർത്തിക് ജോ കിരൺ. കാർത്തിക് കുട്ട പറ. ഹലോ, ഞാൻ കാർത്തിക്കാണ്. ഞാൻ ആദ്യമായിട്ടാണൊരു ഈ വെബ് സീരീസിൽ അഭിനയിക്കുന്നത്. അതുകൊണ്ട് എനിക്കിത്തിരി പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്കറിയില്ല എന്ത് പറയണ്ട്. അത് കഴിഞ്ഞിട്ട് മോൻ നന്നായിട്ട് അഭിനയിച്ചു കേട്ടോ. താങ്ക് യു സോ മച്ച്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. സോ അടുത്തതായി അതായത് നമ്മുടെ മുത്തശ്ശിയുടെ അനുഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനായി രാജേഷ് സാറിനെ വെൽക്കം ചെയ്യുകയാണ്. സാർ നേരത്തെ നമ്മൾ സീറ്റിലേക്ക് സ്വാഗതം ചെയ്ത സമയത്ത് സാർ ഉണ്ടായിരുന്നില്ല. സാറിന് ഒരു വലിയ കൈയ്യടി കൊടുക്കാം. രാജേഷ് സാർ, പ്ലീസ് ടോക്ക് എ ഫ്യൂ വേർഡ്സ് ഫോർ us. 2 വാക്ക് സംസാരിക്കൂ. ഒരു ക്രൂവിൻ്റെ ഭാഗമായിട്ട് മുത്തശ്ശി എന്ന് പറയുന്ന ഈ സബ്ജക്റ്റിനെ കുറിച്ചൊക്കെ ഡയറക്ടർ നമ്മളോട് സംസാരിക്കുമ്പോൾ ഇത് ഇത്രയും ഒന്നാമതെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു വർക്കാണ്. ഇത് ഏതെങ്കിലുമൊക്കെ വഴിയിലൂടെയൊക്കെ ഇങ്ങനെയൊക്കെ പോകുമെന്നൊക്കെ ആയിരുന്നു വിചാരിച്ചത്. പക്ഷേ അതിൻ്റെ പിന്നിലും മുന്നിലും ആ ഡയറക്ഷൻ്റെ ടീമും വളരെ ഗംഭീരമായിട്ട് ആ വർക്കത് പൂർത്തിയാക്കി. പിന്നെ പ്രത്യേകിച്ച് കാരണം നമ്മൾ നേരിട്ട് അനുഭവിച്ചതാണ്. ഒരൊറ്റ ലൊക്കേഷനാണ്, ഏതാണ്ട് 90% ഒരു വീട്, അതിൻ്റെ മുക്കും മൂലയും അരിച്ചു പെറുക്കി അവർ ഷോട്ടുകൾ വയ്ക്കുകയും അതിനകത്ത് പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. പലപ്പോഴും പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ ഉണ്ടായിരുന്ന സമയത്ത് പോലും അവർ വളരെ എഫേർട്ട് എടുത്തുകൊണ്ട് ഈ വർക്ക് പൂർത്തിയാക്കി. അതുപോലെ തന്നെ അതിൻ്റെ എടുത്തു പറയേണ്ടുന്ന മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത് ഗംഭീരമായിട്ടുണ്ട്. പിന്നെ ഒരു തൃപ്തിയുണ്ട്. ഒരു ക്യാരക്ടർ അതിൻ്റെ ഒരു പൂർണ്ണതയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യമാണ്. പിന്നെ അതുപോലെ വളരെ ഞെട്ടിക്കുന്ന പ്രകടനമാണ് നമ്മുടെ ലീല ചേച്ചി, അമിത്, ലീല, അതുപോലെ നമ്മുടെ മോനൊക്കെ ചെയ്തിരിക്കുന്ന സ്ക്രീൻ സ്പേസ് എന്നുള്ളതിനേക്കാളും അപ്പുറത്തേക്ക് അതിൽ എത്രമാത്രം നമ്മളിലേക്ക് എത്താൻ കഴിയുന്ന തരത്തിലേക്ക് അതിൽ ഒരു ആക്ടർക്ക് അത്രമാത്രം ഒരു ആർട്ട്. അപ്പോൾ ഓൾ ക്രൂവിന് അതിൻ്റെ മുമ്പിലും നമ്മുടെ അസോസിയേറ്റൊക്കെ അദ്ദേഹം പേന താഴെ വെച്ചിട്ടില്ല, വരച്ച് തെള്ളുകയായിരുന്നു. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഓടൊപ്പം തന്നെ നിന്ന് അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടെ നിന്ന് സഞ്ചരിച്ച പ്രൊഡ്യൂസർ ടീമിനും C5-നും എൻ്റെ സ്നേഹം പറയുകയാണ്. പല സ്ത്രീ കഥാപാത്രങ്ങളും വളരെ ശക്തമായിട്ടുള്ളത് ചെയ്തിട്ടുണ്ട്. രൂപത്തിൽ വളരെ മാറ്റത്തോടു കൂടിയുള്ള ഒരു വേഷമായിരുന്നു ഇത്. കാരണം മുത്തശ്ശിയുടെ വേഷം അങ്ങനത്തെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചല്ല വന്നത്. അതുപോലെ ഒരു പുതിയ ഡയറക്ടറായിരുന്നു നമ്മുടെ നന്ദുല. നമുക്കത് ഫീൽ ചെയ്യാതെ പോലും തന്നെ അദ്ദേഹം നല്ലവണ്ണം അത് ചെയ്തു. സിനിമ എന്ന് പറയുന്ന ഒരാളുടെ മാത്രം വിജയമല്ല, അഭിനയ ശേഷിയോ ഒന്നും മാത്രമല്ലോ, എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനമാണല്ലോ. അതിലല്ലേ ഇപ്പോൾ ലീലയായിട്ട് അഭിനയിച്ച അഖില,
നമ്മുടെ അമിത്, എല്ലാവരും, നമ്മുടെ കൊച്ചു പിള്ളേർ വരെ വളരെ നന്നായിട്ട് അഭിനയിച്ചു എന്നുള്ളതാണ്. അതാ പറഞ്ഞത്, ഒരാളുടെ മാത്രമല്ല, എല്ലാവരും കൂടെ ചേർന്നപ്പോൾ അത് വളരെ ഒരു നല്ല ഫിലിമായിട്ട് പുറത്തേക്ക് വന്നു. അതൊരു വലിയ സന്തോഷമാണ്. ഈ വേഷത്തിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒരു വിജയമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പ്രത്യേകിച്ച് കിരണിനോട് പറയുകയാണ്. ഞാൻ കിരണുമായിട്ട് ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. കാരണം എൻ്റെ ശാരീരിക ബുദ്ധിമുട്ട്, ആ വേഷത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ വളരെയധികം അനുഭവിച്ചു. ഈ നഖങ്ങളൊക്കെ വെച്ചതുകൊണ്ട് എനിക്ക് ശരിക്ക് അങ്ങോട്ടേക്ക് ഭക്ഷണം കഴിക്കാനോ ഒന്ന് വാഷ്റൂമിൽ പോകാനോ ഒന്നും കഴിയാത്ത ഒരവസ്ഥയായിരുന്നു. അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയാണ് ശാരീരികമായിട്ട്. ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. എനിക്ക് മുത്തശ്ശി എന്ന് പറയുന്ന ഈ വെബ് സീരീസിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ലീല എന്ന് പറയുന്ന ഈ ക്യാരക്ടർ എനിക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടറായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം നന്ദു ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു വെബ് സീരീസ് ഉണ്ട്, ഇത് ചെയ്യാമോ എന്ന് ഇങ്ങനെ ചോദിച്ച സമയത്ത് നന്ദു ആദ്യം അയച്ചത് നന്ദുവിൻ്റെ ഷോർട്ട് ഫിലിമിൻ്റെ ഒരു ലിങ്ക് വിത്ത് സ്ക്രിപ്റ്റ് ആയിരുന്നു. അപ്പോൾ കോലം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചത്. അപ്പോൾ രണ്ടും എന്താ പറയുക, ഈ മുത്തശ്ശി പോലെ തന്നെയുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് കോലവും. അപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം അതിലൊരുപാട് ലീല എന്ന് പറയുന്ന ഈ ക്യാരക്ടറിന് ഒരുപാട് എനിക്ക് എല്ലാവരോടും കുറേ പേരോട് താങ്ക്സ് പറയാനുണ്ട്. എന്താ പറയുക, നമ്മുടെ പ്രത്യേകിച്ച് നന്ദു, പിന്നെ കിരൺ സാർ, പിന്നെ പ്രകാശ് ഏട്ടൻ, നന്ദൻ ചേട്ടൻ, വിവേകേട്ടൻ, അങ്ങനെ നമ്മുടെ AD ഒരുപാട് പേരുണ്ട്, മേക്കപ്പ് ടീം, ആർട്ടിലെ ടീം, എല്ലാവരും ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് ഇന്ന് ഈ കാണുന്ന ആ ഒരു വീടും എന്താ പറയുക, വീട്ടിൽ ഈ നമ്മളിന്ന് കണ്ട എല്ലാ സീൻസൊക്കെ ഷൂട്ട് ചെയ്തതൊക്കെ. ഒരുപാട് ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, അങ്ങനെ എല്ലാവരും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു നല്ല റിസൾട്ട് എന്തായാലും കിട്ടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കൂടെ അഭിനയിച്ച ഒർഹാൻ, അമിതേട്ടൻ, കാർത്തിക്, ലീല ചേച്ചി, രാജേഷ് ഏട്ടൻ, എല്ലാവരും, പിന്നെ ഒരു കുഞ്ഞ് ശ്രീകുട്ടനുണ്ട് ഏറ്റവും ചെറുത്, അവൻ, എല്ലാവരോടും ഞാൻ താങ്ക്സ് പറയാണ്. പിന്നെ എല്ലാവരും കാണുക, ജൂലൈ 3-നാണ് റിലീസാവുന്നത് C5-ൽ. എല്ലാവരും കാണുക, കണ്ടിട്ട് ജെനുവിൻ ഒപ്പീനിയൻസ് എന്തായാലും അറിയിക്കുക. നമസ്കാരം എല്ലാവർക്കും. നന്ദുവിടെ ഒരു ഫ്രണ്ടാണ് എന്നെ വിളിച്ചിട്ട് ചേട്ടാ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്, അപ്പോൾ ഞാൻ പറഞ്ഞു 1 ലൈൻ ഒന്ന് അയക്കുമെന്ന് ചോദിച്ചപ്പോൾ 1 ലൈൻ അയക്കുമെന്ന് ചോദിച്ചപ്പോൾ ഫുൾ സ്ക്രിപ്റ്റ് അയച്ചു തന്നു. വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വായിച്ച ആൾ അതിൻ്റെ അകത്ത് ഞാൻ വായിച്ച ആദ്യം കേൾക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന് വായിക്കുന്ന ആൾ അതിൻ്റെ അകത്ത് ചില സീക്വൻസൊക്കെ വായിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇതെന്താണ് ഇങ്ങനെ. അപ്പോൾ ഞാനും അവനും ശരിയാണല്ലോ, അതായത് ചില കാര്യങ്ങൾ നമ്മൾ ഇതെങ്ങനെ എടുക്കും, അല്ലെങ്കിൽ നമുക്ക് വായിക്കുമ്പോൾ പോലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ തലയ്ക്കകത്ത് അത് വർക്കാവണില്ല. ഇത് കഴിഞ്ഞ് നന്ദുവിൻ്റെ വീട്ടിൽ പോയി കഥ കേൾക്കാനായിട്ട്. കഥ കേൾക്കാൻ നന്ദുവിൻ്റെ വേർഷനായിട്ട് ഇരുന്നിങ്ങനെ പറഞ്ഞു. കാര്യം അത്യാവശ്യം ഹെവി സബ്ജക്റ്റാണ്, പറയുന്ന കാര്യങ്ങൾ ഹെവിയാണ്. പിന്നെ അത് കഴിഞ്ഞുണ്ടായ ഒരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ലാലേട്ടനും ശ്രീനിയേട്ടനും കൂടി വാടകയ്ക്ക് വീടെടുക്കാൻ വേണ്ടി കുതിരവപ്പ് ചേട്ടൻ്റെ അടുത്ത് പോകുന്നൊരു സീനുണ്ട്. എന്നിട്ട് പറയും പൂന്തോട്ടം വേണം, ബെഡ്റൂം വേണം, പൂജാമുറി വേണം, ഇതെല്ലാം കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ പുള്ളി അത് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞൊരു വീട് കൊണ്ടേ കാണിക്കും. എന്നിട്ട് എത്ര വാടക കൊടുക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ നേരെ പറയും 2000, 1000, 250, 100 എന്ന് പറഞ്ഞ പോലെ എന്ത് ബഡ്ജറ്റിലാണ് ഇത് ചെയ്യണമെന്ന് ചുമ്മാ വെറുതെ പുള്ളിനോട് ചോദിച്ചു, ഡയറക്ടറോട്. ബഡ്ജറ്റ് കേട്ടപ്പോൾ ആ സീൻ കേട്ടോലായിരുന്നു എൻ്റെ അവസ്ഥ. അതായത് ഇതെല്ലാം ചെയ്യണം, ഇത്രയും ഡിമാൻഡിങ് സബ്ജക്റ്റും വളരെ നിസ്സാര ബഡ്ജറ്റിലും. അപ്പം ഞാനപ്പോൾ ഒന്ന് ഇങ്ങനെ അതായത് തന്നെ നമുക്ക് പിടിച്ചു നോക്കാം. അപ്പം എന്നോട് ഒറ്റ കാര്യമാണ് പുള്ളി പറഞ്ഞത്, നമുക്കങ്ങനെ അധികം ടേക്ക് എടുക്കാനുള്ള സമയമൊന്നുമില്ല, ഒറ്റ ടേക്കിൽ റെഡിയാക്കിക്കൊള്ളണം. അപ്പോൾ ഞാൻ പറഞ്ഞ് ഓക്കെ, ഞാൻ ഇന്നുവരെ ചെയ്യാത്ത കുറേ കാര്യങ്ങളുമാണ്. അങ്ങനെ തുടങ്ങി ഷൂട്ടിന് ചെന്നു. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സിനിമാ ഷൂട്ടിങ്ങും സത്യം പറഞ്ഞ എല്ലാവരുടെയും ഹിമാലയ കയറുന്ന പോലെ അല്ലെങ്കിൽ മൗണ്ട് എവറസ്റ്റ് കയറുന്ന പോലെ പാടുള്ളത് തന്നെയാണ്.
പക്ഷെ ഇത് അത്യാവശ്യം കുറച്ച് നല്ല പാടുകളുള്ള പരിപാടി തന്നെയായിരുന്നു. ഇവരെ പ്രത്യേകിച്ച് ഡയറക്ടർ ടീം, അസിസ്റ്റൻസ് ഓരോരുത്തരും, ആർട്ടിലുണ്ടായിരുന്ന ഓരോരുത്തർ, ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്ന ഓരോരുത്തർ, അവിടെ കിരൺ ചേട്ടനും ബാക്കിയുള്ള പ്രൊഡക്ഷൻ ടീമിലുണ്ടായിരുന്ന ഓരോരുത്തരും, ആക്ടേഴ്സ്, ചേച്ചിയൊക്കെ പറഞ്ഞപ്പോൾ ചെറുതായിട്ട് പറഞ്ഞു പോയെന്നുള്ളൂ. രാവിലെ തന്നെ ഇത്രയുള്ളൊരു നഖം കയ്യിൽ കയറ്റി വെക്കും, അത് ഊരാൻ പറ്റില്ല. ഈ രാവിലെ കയ്യിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം, വേറെ പല പരിപാടികൾ നമുക്ക് ഈ നഖം കൊണ്ട് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ഇത്രയുള്ള നഖമാണ്. ഇങ്ങനെ ഇരിക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. റഷീദക്ക, മേക്കപ്പ് ടീമിലുണ്ടായിരുന്ന ഓരോരുത്തരും നല്ല കല്ലം പണി. ഓരോ ഡിപ്പാർട്ട്മെന്റിലും മോനും, ഈ കുഞ്ഞു മോനും, അഖിലയും അമ്മച്ചിയും, ഇത്രയും ചെറിയ കയ്യിൽ കിട്ടുന്ന പരിപാടിയും കൊണ്ട് ഇങ്ങനെയൊക്കെ ഇവർക്ക് ഔട്ടെടുത്ത് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഇവരെ നോട്ട് ചെയ്ത് വെച്ചോട്ടോ, ഇവന്മാര് പൊളിക്കും, ഒരു ഡൗട്ടും വേണ്ട. ഈ ടീം ഉറപ്പായിട്ട് ഇവർ പൊളിക്കും. മറ്റേ ശങ്കരാടി ചേട്ടൻ ഒരു പശുവിനെ കൊടുത്തിട്ട് പറയില്ല, ഇച്ചിരി തവിടുമ്പുണ്ടാക്കും, ഇത്തിരി വെള്ളം കൊടുത്ത പാല് സിറന്ന് പറഞ്ഞ പോലെ ഇനിയും കുറച്ചും കൂടി പരിപാടിയൊക്കെ ഇവർ കൊടുത്തു കഴിഞ്ഞാൽ ഇവര് കലക്കും. നല്ല കഴിവുള്ള ടീമാണ്. ഒരുപാട് സന്തോഷം. എന്താ എക്സൈറ്റ്മെന്റ് ആണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ ഞാൻ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഡയറക്ടറിന്റെ പേര് എഴുതി കാണിക്കും, പ്രൊഡ്യൂസറിന്റെ പേര് എഴുതി കാണിക്കും. പ്രൊഡ്യൂസറിന്റെ പേരും വൻ സാധനം, ക്രിസ്റ്റഫർ വാർണർ അലക്സാണ്ടർ. ക്രിസ്റ്റഫർ നോളന്റെ അതുണ്ട്, വാർണർ ബ്രോസ് ഉണ്ട്. ഞാൻ അതും ഗ്രാൻഡ്. ഇങ്ങനെ പുള്ളിനെ ജനിക്കുന്ന സമയത്ത് തന്നെ അപ്പച്ചനും അമ്മച്ചിയും പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവനെ പ്രൊഡ്യൂസർ ആക്കണം, ഇങ്ങനെ പേരിട്ട് ഇറക്കണമെന്ന്. കലക്കി മാൻ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് ഫോർ സപ്പോർട്ടിങ് ദ ടീം. എന്തായാലും കലക്കി. മോനും ഇവനൊക്കെ കലക്കൻ. ശർമാജി, ഈച്ച് ഡിപ്പാർട്ട്മെന്റ് ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും ഐ എം സോറി. ഈച്ച് ഡിപ്പാർട്ട്മെന്റ് പേരെടുത്ത് പറയേണ്ടതാണ്. അടിപൊളി ഔട്ട്. മ്യൂസിക് ബ്രദർ അമേസിങ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തതും ഈച്ച് എഡിറ്റർ എല്ലാവരും അടിപൊളി കേട്ടോ. താങ്ക് യു. എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സോ ജൂലൈ 3 C5 ഒറിജിനൽ സീരീസ് C5 റിലീസ് ആവുകയാണ്. സോ നമ്മളെല്ലാവരും ഓൾറെഡി തിയേറ്ററിൽ കണ്ടു. എന്നിരുന്നാൽ പോലും ഇനിയും നമ്മൾക്ക് ഒരുപാട് സപ്പോർട്ട് ഇതിന് വേണം. അതായത് ഇത്രയും നല്ലൊരു സീരീസ് അത് എത്തേണ്ടതുപോലെ ഇത് റീച്ചിൽ എത്തണം എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മളൊക്കെ ആഗ്രഹിക്കുകയാണ്. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ടീം. എനിക്കൊരു ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇതിൻ്റെ കൂടെ താങ്ക്സ് മെൻഷൻ ചെയ്യേണ്ട കുറച്ച് പേര് ഉണ്ട്. ആക്ച്വലി ഞങ്ങളുടെ ബിസിനസ് ഉണ്ട്, അദ്ദേഹത്തിന് വരാൻ പറ്റിയിട്ടില്ല. ലോഡ് സേവ്യർ, ലോഡ് സാർ, സൗത്ത് ഹെഡ് കൗശിക് സാർ, നമ്മുടെ സീരീസ് ഹെഡ് മുകുന്ദ് ഇവിടെയുണ്ട്. മുകുന്ദ് ഐ തിങ്ക് ഈസ് എൻ ഓൺലൈൻ മീറ്റിംഗ്. ശ്രീജിത്ത് ബ്രോ, ഇതെല്ലാം ആക്ടിവേറ്റ് ചെയ്ത് തന്ന് ഇങ്ങനെ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് തന്ന് ഞങ്ങളുടെ മാർക്കറ്റിംഗ് ഹെഡ് ശ്രീജിത്ത്, ഹീസ് ഹിയർ അറൗണ്ട്. പിന്നെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ലൈക്ക് മധു സാർ, പ്രദീപ് ജി, ദിലീപ്, ദെൻ ഹേമന്ത്, ഇവരോടൊക്കെ കൂടി താങ്ക്സ് പറയാനുണ്ട്. കാരണം എല്ലാവരുടെയും കൂട്ടായ പ്രയത്നമായിരുന്നു. പറഞ്ഞ പോലെ ലീല ചേച്ചി എടുത്ത എഫേർട്ട്, രാവിലെ വന്ന് അമിത് ബ്രോ പറഞ്ഞ പോലെ ചേച്ചി എടുക്കുന്ന എഫേർട്ട്, ചേച്ചിക്ക് പിന്നെ ലിക്വിഡ് ഫുഡേ കഴിക്കാൻ പറ്റുള്ളൂ, കൈൻഡ് ഓഫ് എ പേഷ്യൻ പോലെ ചേച്ചി എന്നിട്ടും സഹിച്ച് ഞങ്ങളുടെ കൂടെ വെയിലത്തും മഴയത്തും കൂടെ നിന്നതിന് താങ്ക് യു ചേച്ചി. എല്ലാവരോടും ഈ വർക്ക് ചെയ്ത വിവേക്, അസോസിയേറ്റ് വിവേക്, എല്ലാവരോടും ഈച്ച് ആൻഡ് എവരി വൺ ഹൃദയത്തെ തൊട്ട് നന്ദി പറയുകയാണ്. ഈ പ്രോജക്റ്റ് കൂടെ നിന്നതിന്, സപ്പോർട്ട് ചെയ്തതിന്, ഇത്രയാക്കി തന്നതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ആൻഡ് നൗ ഇറ്റ്സ് ഓപ്പൺ ടു പ്രസ്. താങ്ക് യു. അമിതേട്ടാ, ഹലോ. താങ്ക് യു. നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, അമിതേട്ടൻ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള കഥാപാത്രം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു മാസ് കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ ഒരു ഫ്രീക്കർ, അല്ലെങ്കിൽ എന്താ പറയുക കോമഡി കഥാപാത്രങ്ങൾ, വില്ലൻ, ഇതിലൊക്കെ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കഥാപാത്രമാണ്. ഓൾസോ ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പും കാര്യങ്ങളുമായിട്ട്. അപ്പോൾ ഇത് എത്രത്തോളം ഡിഫറെൻ്റ് ആയിരുന്നു ഈ സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ്? ഇന്നിപ്പോൾ ഈ പ്രസ് മീറ്റിൽ ബ്രോ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ ചോദിച്ചില്ലേ, ഇങ്ങനെ ചോദിപ്പിക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയെ തന്നെയാണ് ഇത് ഞാൻ പിടിച്ചത്. കാര്യം വായിച്ചപ്പോഴും ഞാൻ ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള ക്യാരക്ടറാണ്. അതിൻ്റെ ഡയലോഗാണെങ്കിലും രൂപമാണെങ്കിലും സ്വഭാവവും ഇതുവരെ ചെയ്യാൻ പറ്റാത്ത കാര്യം. നമ്മളെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു കാസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും സിനിമയുടെ ടീമാണെങ്കിലും ഒരാളെ കണ്ടും അയാൾ ചെയ്തേക്കുന്ന വെച്ചിട്ടാണ് ജഡ്ജ് ചെയ്യുന്നത്. എൻ്റെ കാര്യത്തിന് വേണ്ടി പറയണല്ലോ കേട്ടോ, ഞാൻ ചുമ്മാ പറയുന്നത്. നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള പല രാജ്യങ്ങളിലും നടക്കുന്ന പോലെ ഒരു കാസ്റ്റിംഗ് നടക്കുമ്പോൾ നമ്മുടെ മച്ചമ്പീനെയും കൂട്ടുകാരെയും അടിക്കമ്പനിക്കാരെയും അല്ലാതെ പുറത്തൊന്നും ഇതേപോലെ ഒന്ന് ചെയ്യിപ്പിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ
നല്ല നല്ല ടാലൻസിനെ ശരിക്കും എടുക്കാൻ പറ്റും, നമ്മുടെ ആ കംഫർട്ട് സോണൊന്ന് വിട്ട് കഴിഞ്ഞാൽ. അപ്പം എനിക്ക് അതിൽ ഏറ്റവും നന്ദി നന്ദുവിനോട് പറയാനുള്ളത്, എന്നെ കണ്ടിട്ട് പല ആൾക്കാർക്കും തോന്നാത്ത കാര്യം ഇവന് തോന്നിയല്ലോ, ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമായിരിക്കുമെന്ന് എന്ന് പറഞ്ഞ പോലെ ഒരുപാട് നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരൊക്കെ ചിലപ്പോൾ നമ്മളെ ഈ കംഫർട്ട് സോണിലുള്ള കമ്പനിക്കാരെ മാത്രം വിളിക്കാതെ പുറത്തുനിന്നും വിളിച്ച് ചിലപ്പോൾ ചെയ്യിപ്പിച്ചോ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഔട്ട് കിട്ടും. ഇവനിൽ നിന്നും അല്ലെങ്കിൽ ഇങ്ങനൊരു ക്യാരക്ടറിനെ സാധാരണ ഉള്ളതിൽ നിന്നും കുറച്ച് കിട്ടും. അപ്പം അതിനെനിക്ക് തോന്നി ഞാനിത് റെഡിയായിരുന്നു, എന്ത് പണ്ടാരം നടന്നാലും ഞാനിത് വിടൂല എന്ന് റെഡിയായിരുന്നു. അവൻ ആ എടുത്ത ഒരു എഫേർട്ടാണ്. ഇവനെ കൊണ്ട് ചിലപ്പോൾ ഇത് പറ്റുമായിരിക്കും തോന്നിയത്. താങ്ക്സ് അവിടെ പറയണം. ദ ക്രെഡിറ്റ് ഗോസ് ടു. അവരെ വിളിക്കാതെ എനിക്കിത് എത്തൂല്ല. ഞാനോട് ഡയറക്ടർ ഹായ്, എൻ്റെ പേര് ദീപ്തി. ഞാൻ ആസ്പ്രോ വെഞ്ചേഴ്സിൻ്റെ ആങ്കറാണ്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ അഖിലേനോടാണ്. അഖില ഇവിടെ നിന്നാണ് ഇവിടെ അഖിലേക്ക് വേണം. ഓക്കെ, അപ്പോൾ അഖില ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ സിനിമകൾ ചെയ്തു. പക്ഷെ നമുക്ക് ഈ ഒരു സിനിമ എടുത്ത് പറയുവാണെങ്കിൽ അഖിലേൻ്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഭയങ്കര വെയിറ്റുള്ളൊരു ക്യാരക്ടറാണ്, കുറേ ഒരു ജേണർ കൂടെ പോകുന്ന ക്യാരക്ടറാണ്. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ സ്റ്റോറി അഖിലേക്ക് വന്ന സമയത്ത് അഖില എടുത്ത എഫേർട്ട് എത്രമാത്രം ഉണ്ടായിരുന്നു ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട്? ഞാൻ ഇപ്പോൾ കുറേ സിനിമകൾ എന്നുള്ള ഒരു 4 സിനിമകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് അതിൽ ഞാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ എനിക്കിതിൽ കുറേ ഇമോഷൻസ് എനിക്കിതിൽ ചെയ്യാൻ ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഇത് വായിച്ചപ്പോൾ തോന്നിയെന്നല്ല, ഉണ്ട്. വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അതാണ്. അതായത് ഇതുവരെ എന്നെ സ്ക്രീനിൽ കണ്ടത് ചിലപ്പോൾ ഇങ്ങനെ തുള്ളിച്ചാട് നടക്കുന്ന ഒരു കുട്ടി, തമാശ പറയുന്ന അങ്ങനത്തെ, ഇപ്പോൾ പ്രേമലൂലും സൂക്ഷ്മദർശിനിയിലൊക്കെ ഉള്ള പോലത്തെ ഒരു ക്യാരക്ടറായിരിക്കും എല്ലാവരുടെയും മൈൻഡിൽ. അപ്പോൾ അതിൽ നിന്ന് മാറി ഇതിലെനിക്ക് എല്ലാ ഇമോഷൻസും എനിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ പോരാത്തതിന് 3 സ്റ്റേജസ് കാണിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ എല്ലാവരുടെയും, അതായത് കല്യാണം കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടി, അത് കഴിഞ്ഞ് അമ്മയാവുന്നു, അത് കഴിഞ്ഞ് എൻ്റെ മകന് 10 വയസ്സുള്ളപ്പോൾ ഉള്ള ആ ഒരു പ്രായം, അങ്ങനെ 3 സ്റ്റേജസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിത് എനിക്ക് ചെയ്യാനൊരു പേടിയും ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിത് കുറേ ആലോചിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ആസ് എൻ ആക്ടർ എൻ്റെ ഗ്രോത്തിന് ഇത് എന്തായാലും നല്ലതായിരിക്കും എന്നുള്ള ഒരു ഒറ്റ തോട്ടിലാണ് ഞാനിത് ചെയ്തത്. പിന്നെ ഇതിൻ്റെ എഫേർട്ട് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എനിക്കിത് ഒരു ലേണിംഗ് പ്രോസസ്സായിരുന്നു. എനിക്ക് കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റി. എങ്ങനെ പെർഫോം ചെയ്യണമെന്നും എങ്ങനെ പെർഫോം ചെയ്യാൻ പാടില്ല എന്നും ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ പലതെന്ന് വെച്ചാൽ നമുക്ക് തന്നെ കുറേ സ്ഥലങ്ങൾ, അതായത് നമ്മൾ ഓരോന്നിങ്ങനെ ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നന്ദു ഓക്കെ ഷോട്ട് ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേക്കിലൊക്കെ ചിലപ്പോൾ നന്ദു ഷോട്ട് ഓക്കെ എന്ന് പറയും. അപ്പോൾ നമ്മളിരുന്നിട്ട് ഇങ്ങനെ പറയും ഇതെന്താ ഇത്. അപ്പോൾ അമിതേട്ടൻ പറയും ചിലപ്പോൾ ഇനി ഇവരുടെ കയ്യിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും കിട്ടൂല എന്ന് പറഞ്ഞിട്ടായിരിക്കും നന്ദു ഓക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ തമാശ രീതിയിൽ അങ്ങനെയൊക്കെ പറയായിരുന്നു. എന്നാലും നന്ദുവിനെ നമ്മളിൽ നിന്ന്, അതായത് നന്ദു വിചാരിക്കുന്ന സാധനം കിട്ടിക്കഴിഞ്ഞാലേ നന്ദു ഓക്കെ പറയാറുള്ളൂ. പിന്നെ എന്താ പറയുക, ഇതിൽ ഞാനല്ല ഇത് സംസാരിക്കണം. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ലീല ചേച്ചിയാണ്, ലീലാമ്മയാണ് ഇത് ഏറ്റവും കൂടുതൽ സംസാരിക്കും. ലീലാമ്മ എടുത്ത എത്ര എഫേർട്ടിൻ്റെ അത്രയൊന്നും ആരും എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പറഞ്ഞ പോലെ പല്ലും വെക്കും, നഖവും വെക്കും, രാവിലെ വന്ന് ഇത് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, രാത്രി ഇപ്പോൾ ഒരു 10 മണിക്ക് ഷൂട്ട് തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി ഒരു 1 മണി 2 മണി വരെയൊക്കെ പോയ ദിവസങ്ങളുണ്ട്. ഇത്രയും സമയം ആ വീട് കണ്ടാൽ അറിയാലോ, അത്രയും ആ വീടിൻ്റെ ഉള്ളിൽ മേലത്തെ മുറിയിൽ നിന്നാണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ശ്വാസം പൊട്ടുന്ന ആ ഒരു മുറിയിൽ ഇത്രയും ആൾക്കാർ നിന്ന് അതിൻ്റെ ഇടയിൽ ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു. ചൂടും അതിൽ ആ ഒരു സമയത്ത് വെറും വെള്ളം മാത്രം കുടിച്ചുകൊണ്ടാണ് അഭിനയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ലീലാമ്മയ്ക്ക് അടിക്കും കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവുക. അതെ. ഡയറക്ടർ ബ്രോ, ഈ ഒരു ത്രെഡ് എടുക്കാനുള്ള ഇൻസ്പിറേഷൻ എന്തായിരുന്നു? ഈ ത്രെഡ് എടുക്കാൻ അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ഇല്ല. മെയിനായിട്ട് ആ ക്യാരക്ടർ, അതായത് മാടൻ അങ്ങനെയുള്ളൊരു കൺസെപ്റ്റ് അത് കൊണ്ടുവരാനുള്ള എൻ്റെ വീട് വയനാടാണ്, നാട്ടുമ്പുറം ആണ് വീടും. അപ്പോൾ അവിടേക്ക് ഇങ്ങനത്തെ കെട്ടുകഥകൾ കുറേ ഇങ്ങനെ പറഞ്ഞു തരും, മറ്റേ മുത്തശ്ശിയും അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു തരുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇതിൽ ഇങ്ങനെ ഒരു ത്രെഡ് വന്നപ്പോൾ അങ്ങനെ ഡെവലപ്പ് ചെയ്തതാണത്. ഓൾസോ ഇപ്പം ഈ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ത്രെഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാവരും എടുക്കാൻ ഭയങ്കര ധൈര്യം കാണിക്കാത്തൊരു ഇതാണത്, ഒരു ത്രെഡാണ്. അപ്പോൾ ഇതെടുക്കാൻ എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എടുത്ത് ഞാനത് ഭരിപ്പിക്കും, ആ ഒരു കോൺഫിഡൻസ് എത്രത്തോളം ഉണ്ടായിരുന്നു ചെയ്തപ്പം?
കോൺഫിഡൻസ് അത് ഇങ്ങനെ ഒരു കഥ വിശ്വസിപ്പിച്ചെടുക്കണമല്ലോ. ഇങ്ങനത്തെ കഥകൾ പറഞ്ഞ് നമ്മൾ പറയുന്ന പോലെയല്ലോ കാണുമ്പോൾ. അപ്പം നമ്മളിത് ബിൽഡ് ചെയ്ത് അങ്ങനെ ഒരു കോൺഫിഡൻസിലങ്ങ് പോയെന്നേ ഉള്ളൂ. കൂടുതലായിട്ട് എന്നോട് തന്നെ ഇപ്പോൾ ലീല ചേച്ചി പറഞ്ഞു, ഇപ്പം സെറ്റിലൊരു ചേച്ചി പോയി കഴിഞ്ഞ് സെറ്റിൽ എന്തോ ഒരു ഹൊറർ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഒരു വീട്ടിൽ. അതൊന്ന് എന്തായാലും ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഹൊറർ എക്സ്പീരിയൻസ് പറയുന്നേരം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, എനിക്ക് ഫീൽ ആയിട്ടില്ല അങ്ങനെ. അമിത് ബ്രോയ്ക്ക് അറിയാമെന്ന് തോന്നുന്നല്ലോ. ലീലാമ്മ അതൊന്ന് പറയൂ. അല്ല അത് നമ്മള് ലാസ്റ്റ് പാക്കപ്പ് ഡേന്റെ തൊട്ട് മുന്നേ പാക്കപ്പ് ഡേ ആയ ദിവസം, അപ്പൊ നമ്മൾ ഓൾറെഡി എല്ലാവരും ഈ ഒരു മൂഡിൽ നിൽക്കുന്നോണ്ട്, ഈ മുത്തശ്ശി മൂഡിൽ നിൽക്കുന്നോണ്ട് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ പല പല അനുഭവങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അപ്പം പെട്ടെന്ന് മഴ പെയ്തു. അത് മെയ് മാസത്തിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പം അത്രയും ആ ഒരു ചൂടിലും വെയിലിലും നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്തു. മഴ എന്നൊക്കെ പറഞ്ഞ ഒരു 1.5 മഴയായിരുന്നു, ഇടിയും മിന്നലും. അപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ പുറത്ത് നിൽക്കുമായിരുന്നു. പുറത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഈ വീട്ടിലോട്ട് 3 വഴിയുണ്ട് വീട്ടിലോട്ട് വരാൻ വേണ്ടി. ഈ വീടിൻ്റെ 3 വഴിയിലും മരം വീണു 3 വഴിയും ബ്ലോക്കായി. അവസാനം പിന്നെ ആർട്ട് ഡയറക്ടറിൻ്റെ വണ്ടീൻ്റെ ബാക്ക് ഗ്ലാസും പൊട്ടി, അതിൻ്റെ മേളിലൊരു മരം വീണു. അങ്ങനെ പിന്നെ കാറ്റും മഴയും, ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഭയങ്കര കാറ്റും ഭയങ്കര മഴയും. നമ്മളെല്ലാവരും പേടിച്ച് ഇത് എങ്ങനെ ഇതൊന്നും നിൽക്കും എന്നുള്ള ഒരു സാധനം. നമ്മുടെ സീരീസിൽ മഴ പെയ്യുന്ന പല ഷോട്ടും അത് ഒറിജിനലാണ്. ആ കാറ്റും പ്രകാശ് ചേട്ടൻ്റെ ബ്രില്യൻസ്, അത് ഒറിജിനൽ സംഭവമാണ്. ഭയങ്കര മഴ പെയ്ത സമയത്ത് ഷൂട്ട് ചെയ്തതാണ് അതൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ പല എക്സ്പീരിയൻസ് ഉണ്ടായിട്ട്, പിന്നെ അമിതേട്ടൻ്റെ വണ്ടി എടുത്ത് അമിതേട്ടൻ മറ്റേ KCB ഒക്കെ വരുന്നതിന് മുന്നേ ബഡ്ജറ്റ് കുറവാണ്, അപ്പൊ മഴ കിട്ടുന്നത് ഞങ്ങൾക്ക് ഫുള്ള്. ലീലാമ്മ ഇവിടെ നേരെ ലീലാമ്മ ഈ പറഞ്ഞ പോലെ ആ കഥാപാത്രം ആവുക എന്ന് പറഞ്ഞൊരു പ്രോസസ്സുണ്ട്. ചെറിയൊരു പ്രോസസ്സ് അല്ലേ നമ്മൾ? ആ ലുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് പണ്ട് കേട്ടിട്ടുള്ള കഥകൾ പോലെ ഓർമ്മ വരും. മുട്ടോളം മുടിയുള്ള ഒരു രാക്ഷസി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള നീണ്ട നഖങ്ങളുള്ള ഒരു കോമിക് ക്യാരക്ടറിൽ നമ്മൾ കാണുന്ന പോലെ ആ കഥാപാത്രമായി മാറുക എന്ന് പറഞ്ഞ ചെറിയൊരു പ്രോസസ്സ് അല്ല. ഇതേപോലെ രാവിലെ വന്ന കോസ്റ്റ്യൂം ഇട്ടാൽ വൈകിട്ടേ അഴിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ ആ ഒരു കഥാപാത്രത്തിന് നമ്മൾ കൊടുക്കുന്ന ഡെഡിക്കേഷനാണ്. അപ്പൊ ഇത് കേട്ട സമയത്തും ഇതേപോലെ ഒരു റിസ്ക് എലമെന്റ് ഉണ്ടാവും എന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു ആ സമയത്ത്? ഇല്ല, ഒരിക്കലും ഉണ്ടായിരുന്നില്ല. വേഷത്തിൽ എന്തെങ്കിലുമൊക്കെ കാണും എന്നുള്ളത് മാത്രമേ കരുതിയുള്ളൂ. ഇവരെന്നെ ആദ്യം എന്നെ വിളിച്ചു, അത് കഴിഞ്ഞ് ഇവരെന്നെ കാണാൻ വന്നു. ഞാൻ തന്നെ മതിയോ, അവർക്കൊരു സംശയം മുത്തശ്ശിയുടെ റോള് ഞാൻ എടുക്കുമോ എന്ന്. ഇവരെൻ്റെ ഇതൊന്നും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ എന്നോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇവർ തീരുമാനിച്ചു ഞാൻ തന്നെ ആയിരിക്കണം എന്ന്. പക്ഷേ എനിക്കും ഇത് ഇത്രയും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അഭിനയത്തിൻ്റെ കാര്യത്തിലല്ല, ഞാൻ പറഞ്ഞല്ലോ ഇതിലും ശക്തമായ കഥാപാത്രങ്ങൾ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നും സിനിമയിൽ നിന്നും മാത്രമല്ല, നാടകങ്ങളിൽ. പക്ഷെ അവിടെ വന്ന് ഈ വേഷമൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇത്രയും മണിക്കൂറുകൾ അത് മേക്കപ്പ് ചെയ്ത് അത് പൊട്ടിപ്പോകാതെ സൂക്ഷിക്കുക എന്നൊക്കെ പറയുന്ന വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പക്ഷെ എന്നാലും ആളുകൾക്ക് അതേപോലെ ഓരോ സമയത്ത് ഓരോ ക്യാരക്ടർ വരുമ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, ആ കഥാപാത്രം ചിലപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ബോഡി ഫിറ്റ് ചെയ്ത് ആ ഒരു പ്രോസസ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കഥാപാത്രം വരുമ്പോൾ ഇത്രയൊന്നും വേണ്ട, ഇച്ചിരി വണ്ണം വെക്കണം, അല്ലെങ്കിൽ ഇതേപോലെ ആവണം എന്ന് പറയുമ്പോൾ ഇതിലേക്ക് കഥാപാത്രം കുറച്ചൊരു സ്റ്റേജ് ചെയ്യുമ്പോൾ വേറൊരു ലുക്കിലോട്ട് ആവുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഫിസിക്കൽ ഫിറ്റ്നസ് അതേപോലെ കഥാപാത്രം ട്രാൻസ്ഫോർമേഷനും? എന്നോട് ഇത് ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ 3 കാലഘട്ടം ഉണ്ടെന്നുള്ളത് ക്ലിയറായി. ഒരു ആദ്യം പ്രായമായിട്ടുള്ളത്, വീക്കായിട്ടുള്ളൊരു സമയം, പിന്നെ അതിലോട്ട് പോകുന്ന ഒരു ഇതും, പിന്നെ യങ് ആയിട്ടുള്ള സമയം. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്, അതായത് പടത്തിൻ്റെ ഷൂട്ട് തുടങ്ങിയ സമയം പ്ലാൻ ചെയ്തിരുന്നത്, ആദ്യം നമ്മൾ ഏറ്റവും അവസാനത്തെ വീക്കായിട്ടുള്ളത് തുടങ്ങുന്നു, പിന്നെ മിഡ്, പിന്നെ ചെറുപ്പത്തിലോട്ട് പോകണം. പ്ലാനിങ് എല്ലാം പൊളിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആദ്യം ഞാൻ നല്ലപോലെ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചിത്തിരി ഒന്ന് ആ ഒരു വ്യത്യാസക്കാരി ഷർട്ടില്ലാതൊക്കെ കുറേ സീനുണ്ട്. അപ്പോൾ അതിനകത്ത് മനസ്സിലാവും ആൾക്കാർക്ക്, ഇതേ ഇവൻ മറ്റേ നര മാത്രം ഇട്ട് വന്ന് നിൽക്കാനുള്ളൂ. അപ്പം അതിനുവേണ്ടി ഞാൻ ആദ്യം കഴിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ രാവിലെ ചിലപ്പോൾ 6:30 അല്ലെങ്കിൽ സമയത്ത് എത്തണം. എവറി ഡേ ഒരു 5 o'clock മുമ്പ്
വർക്കൗട്ട് ചെയ്യാനുള്ളതും ഭക്ഷണവും എല്ലാം കട്ട് ചെയ്ത് ഷുഗറും അങ്ങനെയുള്ളതൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. അപ്പം അത് കാണുമ്പോൾ അറിയാം തുടക്കത്തിൽ എൻ്റെ ശരീര വ്യത്യാസം തീരുന്ന സമയത്ത്. പക്ഷെ ഇതെല്ലാത്തിനും കൂടി നമുക്കാകെ 10-30 അല്ല എത്ര 45 ദിവസം ഷൂട്ടിംഗ് ഡേയ്സ് ഉള്ളൂ. ഇതിൽ വരുത്തേം വേണം. അപ്പോൾ 25 അതിനിടയ്ക്ക് ഒരു ഷെഡ്യൂൾ ബ്രേക്ക് വന്ന ആ ഷെഡ്യൂൾ ബ്രേക്ക് കിട്ടിയത് ഒരു ഭാഗ്യം. എനിക്ക് അത്രയും കൂടി ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പം അവനാണെങ്കിൽ അവൻ്റെ പാടറിയാം. എങ്ങനെയെങ്കിലും ഈ പറയണ കോൺസെപ്റ്റ് ഒന്ന് എടുത്ത് മനസ്സിലാക്കാൻ ജഡ്ജ് ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നുള്ള ഇത് ഞാൻ എൻ്റെ കാര്യം ഞാൻ നോക്കിയില്ലെങ്കിൽ എന്നെ ആൾക്കാരെ ഏറി തൂക്കുമെന്ന് എനിക്കറിയാം. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് പരമാവധി ഭക്ഷണത്തിൻ്റെ രീതിയിൽ ഉറക്കം കുറച്ചിട്ടായാലും വീക്കാവാൻ്റെ രീതിയിലെല്ലാം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ഡബ് ചെയ്യാൻ വന്നപ്പോൾ അഖിൽ എന്നോട് ചോദിച്ചു ഇത്രയും കൊടുവേറുണ്ടായിരുന്ന. അപ്പോൾ അങ്ങനെ കുറെ കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ബാഹുബലിയാണുള്ളത്. നമുക്ക് കിട്ടണ വെച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ശ്രമിച്ചവര് തോന്നിയായിരുന്നോ കണ്ടപ്പോ? അതാണ് ചോദിച്ചായിരുന്നു. ഇപ്പൊ ഞാൻ സ്റ്റാറ്റസ് ഒക്കെ നോക്കുന്ന ഫുൾ ടൈം ജിമ്മിലാണ് കാണുന്നത്. എപ്പോഴും നല്ല ബോഡി ഫിറ്റ്നസ്. അപ്പോൾ ട്രാൻസ്ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രോസസ് അല്ല ഒരു കഥാപാത്രം. അത് ഷോർട്ട് ടൈമിൽ അതങ്ങനെ ചോദിക്കാൻ കാരണം ആ ഷോർട്ട് ടൈമിൽ അത് പ്ലാൻ ചെയ്ത് തന്നെ ചെയ്തതാ. താങ്ക് യു. ഹലോ അമിതേട്ടാ, ഈ വേണ്ടത്ര ബഡ്ജറ്റ് ഇല്ലാത്തൊരു സിനിമയാണെങ്കിൽ അതിനൊരു നല്ലൊരു സിനിമയെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പരിപൂർണതൊക്കെ ആ ബഡ്ജറ്റ് ബാധിക്കുമോ? ഒന്നും കൂടി ക്വസ്റ്റ്യൻ ചോദിക്കാവോ? അതായത് ഇപ്പോൾ നമ്മളൊരു കഥ കേട്ടു, ആ കഥ ഓക്കെയാണ്, ഇത് നമുക്ക് ചെയ്യാമെന്നുള്ള വന്നപ്പോൾ അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത അത്ര ബഡ്ജറ്റ് അതിന് വരുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ആ സിനിമനെ ബാധിക്കുമെന്ന് ഞാൻ ചോദിക്കുന്നത്. ഒരു ആര് ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ വലിയൊരു ഫാക്ടറാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നന്ദു ഈ ഒരു സബ്ജക്റ്റായിട്ട് സീനെ അപ്രോച്ച് ചെയ്തപ്പോൾ, ഒരു കോർപ്പറേറ്റ് കമ്പനീനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ആ കമ്പനി ഓൾറെഡി പ്രൂവൺ ഡയറക്ടേഴ്സിൻ്റെയും പ്രൂവൺ മേക്കേഴ്സിൻ്റെയും സബ്ജക്ട്സ് കോൺസെപ്റ്റ്സ് മന്ത്ലി വൈസസ് ഡെയിലി വൈസസ് കേൾക്കുന്നവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ഒരു പുതിയൊരു പയ്യനെ ഐഡൻറ്റിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഗ്രാസ് റൂട്ട് ലെവലിൽ അതിനെ എന്തെങ്കിലും രീതിയിൽ അവർ എക്സൈറ്റ് ചെയ്യണം. ആൻഡ് ഐ തിങ്ക് ഈ സ്ക്രിപ്റ്റ് പറയുമ്പോൾ തന്നെ, ഈ തോട്ട് പറയുമ്പോൾ, ഈ കോൺസെപ്റ്റ് പറയുമ്പോൾ അതിലൊരു പുതുമ അവന് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. വായിച്ച എനിക്കും കേട്ട എനിക്കും അല്ലെങ്കിൽ ആ ഒരു കാര്യം ഇങ്ങനൊരു സാധനം എന്നോട് തോന്നുന്നൊരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ ഇപ്പം ഇത് എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ചിലപ്പോൾ ഇതൊരു ഒരു പ്ലസ് ആവാം. നന്ദുവിനെ അത് ബാക്ക് ചെയ്തത് നന്ദു സ്വന്തമായിട്ട് കണ്ടെത്തി എൻ്റെ ക്രാഫ്റ്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടി ആ പയ്യനൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഷോർട്ട് ഫിലിം കണ്ടു കഴിഞ്ഞാൽ ഈ കോൺസെപ്റ്റ് പറയുന്ന പയ്യനെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ച് ഏകദേശം ഒരു ജഡ്ജ്മെന്റ് എത്താൻ പറ്റും. ഇപ്പം എനിക്ക് തോന്നുന്നു ഏതൊരു പടം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഡയറക്ടറും നന്ദുവിൻ്റെ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. ഒരു പ്രൊജക്ട് മേ ബി ഒരു റീൽ ആയിക്കോട്ടെ, ഒരു സാധനം നാളെ ഞാൻ ക്യാരി ചെയ്തതും ഈ കോൺസെപ്റ്റും ആയിരിക്കണം ഈ ബഡ്ജറ്റിലോട്ട് ഇവരെ പുഷ് ചെയ്യാൻ പറ്റിയത്. പക്ഷെ എഗെയിൻ ഈ സെയിം നന്ദുവിന് പകരം വേറെ ഒരു എക്സ്പീരിയൻസ് ഡയറക്ടർ ആണെങ്കിൽ ഇതായിരിക്കില്ല ബഡ്ജറ്റ് ചിലപ്പോൾ കുറച്ചും കൂടി കൂട്ടിക്കൊടുക്കും. കാര്യം നമ്മൾ പറയില്ലേ അവറാഞ്ചേട്ടന് വേണേൽ വെളുത്ത പെണ്ണാവാന്ന് പറയുന്ന പഴയ രീതി പറഞ്ഞ പോലെ അയാളാവുമ്പോൾ കുറച്ച് വേണമെങ്കിൽ ബഡ്ജറ്റ് കൂട്ടി കൊടുക്കാം എന്നുള്ളൊരു ധാരണ നാച്ചുറലി പൈസ മുടക്കാൻ അവനെ സംബന്ധിച്ചോളം വരും. അപ്പം ഇതിന് അവർ മനസ്സിൽ കണ്ടിരുന്ന ഒരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ദിസ് സബ്ജക്റ്റ് ഡിമാൻഡഡ് മച്ച് ബിഗർ. ആ ബഡ്ജറ്റിന് തീർത്തതിൽ ഞാൻ കൈയടിച്ച് സമ്മതിക്കണം. ഞാൻ അവസാന ഔട്ട് കണ്ടിട്ട് പറയാട്ടത് ആസ് എ പ്രേക്ഷകൻ, അഭിനയിച്ചവൻ എന്നുള്ള രീതിയിൽ പറഞ്ഞതല്ല, സ്വന്തം പടത്തിനൊരു തള്ളണമല്ല, ആ പ്രേക്ഷകൻ എന്ന രീതിയിൽ ഈ ചെറിയ ബഡ്ജറ്റും പിന്നെ ഇതിൽ ഓരോ സീനും ഒരു ആക്ടർ ബേസ് കൊണ്ട് മാത്രം നടക്കണ പരിപാടിയല്ല. ലൈറ്റിംഗ് ആയിക്കോട്ടെ, അതിൻ്റെ ആംഗിൾ ആയിക്കോട്ടെ, മേക്കിംഗ് ഡിമാൻഡ് ചെയ്യുന്നതാണ്, മ്യൂസിക്, എവറിത്തിങ്. അതെല്ലാം കൂടി വെച്ച് ഒരു നല്ല ഡീസൻ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹാറ്റ്സ് ഓഫ് ടു ദ ടീം. സമ്മതിച്ചു കൊടുക്കണം. അത് പറഞ്ഞാൽ ഇവരെ നോട്ട് ചെയ്ത് വെച്ചോ, ഇവന്മാരെ ഫ്യൂച്ചറിൽ പൊളിക്കും. കിരൺ ചേട്ടനോടാണ്. അതായത് ഇപ്പം കമ്മട്ടം മുതൽ മുത്തശ്ശി വരെ എത്തി നിൽക്കുന്നു. ഇപ്പം വാണിജ്യ താല്പര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് മികച്ച കണ്ടന്റുകൾക്ക് പ്രാധാന്യം നൽകാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? നമ്മൾ കോമ്പറ്റീഷൻ നമുക്ക് കൂടുന്ന സമയത്ത് നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മുത്തശ്ശി നമ്മൾ എടുക്കാൻ കാരണം
ഇന്ന് എല്ലാവരും ത്രില്ലറിൻ്റെ പുറയിലാണ് പോകുന്നത്. ഒരു ക്രൈം ത്രില്ലേഴ്സും മറ്റ് ആ ഒരു കൈൻഡ് ഓഫ് ജോണറിൽ പോകുമ്പോൾ നന്ദു നമ്മളെ അപ്രോച്ച് ചെയ്തപ്പോൾ ഈ സബ്ജക്റ്റിൽ കണ്ട വ്യത്യാസമാണ് നമുക്ക് കിട്ടിയ ഒരു ത്രില്ല്. ഏകദേശം ഒരു 4 വർഷം മാറ്റി നമ്മൾ എഴുതുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതിലേക്ക് എത്തുമ്പോഴും ഈ കണ്ടന്റിൻ്റെ പുതുമയും കണ്ടന്റ് ഫ്രഷ്നെസ്സും തന്നെയാണ് ഇതിൽ നമ്മളെ രസിപ്പിച്ചത്. പ്ലസ് നന്ദു, അമിത് ബ്രോ പറഞ്ഞ പോലെ നന്ദു മുൻപ് പ്രൂവ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു മെറ്റീരിയൽ ഉണ്ട്. സോ വി ഹാഡ് ദ കോൺഫിഡൻസ് ഓൺ ഹിം. സോ അതുകൊണ്ടായിരുന്നു ഇതായിരുന്നു നമുക്കൊരു ക്യാപ്പ് ഉണ്ട്, ഇപ്പോഴൊരു ബഡ്ജറ്റ് ക്യാപ്പ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരുപാട് വ്യതിചലിച്ച് നമ്മൾ ഇതിലേക്ക് എത്തുകയും ഈ പ്രോജക്റ്റ് ഇത്രയെങ്കിലും ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ലാൻഡ് ചെയ്തത്. പിന്നെ സിയെ സംബന്ധിച്ചിടത്തോളം സി പുതുമയുള്ള കണ്ടന്റുകൾ വീണ്ടും വീണ്ടും തേടിക്കൊണ്ടിരിക്കുകയും സിയുടെ ഓഡിയൻസ് കൈൻഡ് ഓഫ് ഓഡിയൻസ് ഒരു 30 വർഷത്തെ ചരിത്രം സിക്കുണ്ട് മീഡിയ ഇൻഡസ്ട്രിയിൽ. സോ എവരി ഹൗസ് ഹോൾഡ്സ്, എവരി വ്യൂവേഴ്സ് എല്ലാവരോടും സിക്കുള്ളൊരു കടപ്പാടും നമ്മൾ തിരഞ്ഞെടുക്കുന്ന കണ്ടന്റുകളിലും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അതായത് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ മകൻ ഒരു, ഞാൻ ഇതിൻ്റെ ഇതിലേക്ക് കിടക്കുന്നില്ല, നെഗറ്റീവാണ് എന്ന് അമ്മ മനസ്സിലാക്കിയാണ്. എന്നിട്ടും അമ്മ അതിനെ സപ്പോർട്ട് ചെയ്യണം. ഒരാശയം എന്നുള്ളത് നെഗറ്റീവ് അല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. എങ്ങനെ ഒന്നുകൂടെ പറയാം? അതായത് മകൻ ഇന്ന ആളാണെന്ന് മനസ്സിലായി, അമ്മയ്ക്ക് മനസ്സിലായി, എന്നിട്ടും അമ്മ വീണ്ടും, അതായത് ലീല എന്ന് പറഞ്ഞ ക്യാരക്ടറിന് മനസ്സിലായി, അമ്മയ്ക്ക് മനസ്സിലായി, എന്നിട്ടും ഈ മകനെ അമ്മ വീണ്ടും സപ്പോർട്ട് ചെയ്ത് വളർത്തുകയാണ്. അപ്പോൾ ഇതിൽ ആശയം ഒരു നെഗറ്റീവ് ആയിരിക്കുമോ എന്നാണ് മകനെ വളർത്തുന്നത്. പക്ഷെ അത് മകനാണല്ലോ എന്തായാലും. ഇപ്പൊ അമ്മയുടെ കടമ മകനെ വളർത്തണം എന്നല്ലേ. അപ്പൊ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ് അമ്മ മകനെ വളർത്തുന്നത്. അത് നെഗറ്റിവിറ്റി കാണുന്നത് നെഗറ്റിവിറ്റി കാണാം, പോസിറ്റിവിറ്റി കാണുന്നത് പോസിറ്റിവിറ്റി കാണാം. ഞാൻ ചോദിച്ചത് അതാണ്. അപ്പോൾ അത് തെറ്റായ ആശയമായിരിക്കുമോ ഭാവിയിൽ എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ തെറ്റായ ആശയമായിരിക്കും അങ്ങനെ തോന്നുന്നവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കറിയില്ല. കാരണം എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ പറഞ്ഞ ക്യാരക്ടർ അങ്ങനെ ചെയ്യേണ്ടത്. കാരണം അവർക്ക് ഇത് മാടനാണെങ്കിലും മനുഷ്യനാണ്, മകനാണ് എന്ന് പറഞ്ഞ തോട്ടുന്നാണ് അവരെ വളർത്തുന്നത്. അതിന് അങ്ങോട്ട് പോകുമ്പോൾ എന്താണെന്ന് അറിയില്ല, ഇനി അത് മുന്നോട്ട് പോകുമ്പോൾ. അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഒരു അമ്മ വീട്ടിലുള്ളത് കൊണ്ടാണ്. അല്ല, വളരെ വാലിഡ് പോയിന്റ് ആട്ടോ ചോദിച്ചത്. ഉഗ്രം ക്വസ്റ്റ്യനാണ്. എനിക്കും തോന്നിയിട്ടുണ്ട്. കാര്യം നമ്മുടെ നാട്ടിൽ ക്രൂരമായിട്ടുള്ള ക്രൈം ചെയ്ത് ജയിലിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ കോടതി കൊണ്ടുപോകാനായിട്ട് നിൽക്കുമ്പോൾ ഏതെങ്കിലും കോർണറിൽ നോക്കിയാൽ അമ്മ ഉണ്ടാവും. അമ്മയ്ക്ക് എന്തൊക്കെ പറഞ്ഞ സ്വന്തം മോനാണ്. ഹലോ, എൻ്റെ ക്വസ്റ്റ്യൻ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിനോടാണ്. ഡിപ്പാർട്ട്മെൻറ്റിലേ ഡയറക്ടറാണ്. ഇപ്പോൾ മലയാള സിനിമയിൽ ഒരുപ്പെട്ട എല്ലാ പീരീഡുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു, എല്ലാ കാലഘട്ടങ്ങളും കണ്ടു കഴിഞ്ഞു. അതിനെ ഡീറ്റെയിൽ ആയിട്ടും അല്ലെങ്കിൽ വളരെ ലൈറ്റായിട്ടും ഇവിടെ ലൈറ്റായിട്ടും ടച്ച് ചെയ്ത് പോകുന്ന ഫ്ലാഷ് ബാക്സിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു പീരീഡിൽ തന്നെ നടക്കുന്ന സ്റ്റോറീസ് ആയിട്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഈ ഒരു വെബ് സീരീസിൽ വന്നു കഴിയുമ്പോൾ അത് ഒരു ചേഞ്ച് കാലഘട്ടമാണ്. അതായത് കാളവണ്ടിയിൽ നിന്ന് ചേതക്കുണ്ട്, അല്ലെങ്കിൽ അംബാസഡർ ഉണ്ട്, അല്ലെങ്കിൽ കറണ്ട് വീട്ടിലേക്ക് വരുന്ന കണക്ഷൻ, അതിൻ്റെ അകത്തൊരു കാട്ടിൻ്റെ അകത്ത് നടക്കുന്ന ഒരു വീട്ടിലുള്ള സിറ്റുവേഷൻ. അപ്പോൾ ഇത്രയും വന്നു കഴിയുമ്പോൾ മലയാളം വ്യൂവേഴ്സ് എപ്പോഴും ഇപ്പോൾ കൂടുതൽ ക്രിട്ടിസൈസേഴ്സ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇപ്പോൾ ബഡ്ജറ്റ് ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ലിമിറ്റേഷൻസിനുള്ളിൽ നിന്ന് തന്നെ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ക്രിട്ടിസൈസസിനെ മീറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ എത്രത്തോളം റിസർച്ച് വർക്കുകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? ഈ കഥ തന്നെ ഒരു ഭയങ്കര ആർട്ടിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻറ്റ് ആയ ഒരു കഥയാണ്. മൊത്തത്തിൽ കാലഘട്ടം ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റ് ഒരു പ്ലാൻ ആക്കിയിട്ട് തന്നെയാണ് അത് മുന്നോട്ട് ചെയ്തത്. അപ്പോൾ ആർട്ട് ഡയറക്ടർ റോണി എന്ന് പറഞ്ഞാൽ റോണി രാജൻ എന്നാണ്. അപ്പം പുള്ളിയായിട്ട് ഇരുന്ന് ചർച്ച ചെയ്ത് ഇതിനെ ഒരു കറക്റ്റ് ഒരു ഓർഡർ ഉണ്ടാക്കിയിട്ടാണ് നമ്മളിത് ഷൂട്ടിന് മുന്നേ പ്രീ പ്രൊഡക്ഷൻ സമയത്ത് തന്നെ ഇത് പ്ലാൻ ആക്കിയിരുന്നു. ഡയറക്ടറോടാ ശരിക്കും ഇതൊരു സിനിമയ്ക്കും സീരീസിനും ഒരേപോലെ സാധ്യതയുള്ള ഒരു പ്ലോട്ടാണല്ലോ ശരിക്കും ഇത്. അപ്പം ഫസ്റ്റ് ഐഡിയയിൽ ഇത് സീരീസ് ആയിരുന്നോ സിനിമയായിരുന്നോ, ഏതിൽ തുടങ്ങിയ പിച്ച് ചെയ്തത് ഫസ്റ്റ്? ആദ്യം എന്നെ പ്രൊഡക്ഷൻ ഹൗസ് ലിറ്റിൽ ബിഗ് ഫിലിംസ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്, പ്രശോഭ് കൃഷ്ണ എന്ന് പറഞ്ഞാൽ. പുള്ളി ഒരു കോലം ഷോർട്ട് ഫിലിം കണ്ടിട്ട് ഒരു മൂവി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നായിരുന്നു ആദ്യം. ആ സമയത്താണ് C5 എന്ന് ഈ പറഞ്ഞ പ്രൊഡക്ഷൻ ഹൗസിന് ഒരു പ്രൊജക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു സബ്ജക്റ്റ് വേണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചത്. അപ്പോഴാണ് ഈ പറഞ്ഞ ത്രെഡ്, ജസ്റ്റ് ഒരു 1 ലൈൻ ത്രെഡായിരുന്നു. വീട്ടിലൊരു മുത്തശ്ശിയുണ്ട്, എനിക്ക് പ്രശ്നമുണ്ട്, അങ്ങനെ ഒരു സാധനമായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒരു ത്രെഡായിരുന്നു. ആ ത്രെഡ് C5ലേക്ക് മെയിൽ അയച്ചു. അപ്പോൾ അവർ അവിടെ അപ്രൂവ് ആയിട്ട് അതിൻ്റെ ഒരു സീൻ ഓർഡർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർക്ക് C5ന് വേണ്ടി തന്നെ പ്ലാനാക്കി ചെയ്തതാണ്. ഒരു പ്ലോട്ട് ഉണ്ടായിരുന്നു മൊത്തത്തിൽ, ഒരു കുറച്ചും കൂടി വലിപ്പത്തിലൊരു മൂവീൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ റിവേഡ് സീരീസിൻ്റെ ഈ ഫോർമാറ്റിലേക്ക് മാറ്റിയതാണ്. പിന്നെ ഫസ്റ്റിൽ അങ്ങനെയായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്.
സീരീസ് കണ്ടിന്യൂ ചെയ്യാനുള്ള പ്ലാനുകൾ ഉണ്ടോ? എങ്ങനെ ഇനി ഇതിൻ്റെയോ? അത് ഇനി C5 ഒരു എങ്ങനെയാന്ന് വെച്ചാൽ പറയുന്നത്. മുത്തശ്ശിയായിട്ട് ലീല ചേച്ചി ഗംഭീര പെർഫോമൻസ് നടത്തി. അപ്പോൾ ഈ ലീല ചേച്ചി നല്ല സുന്ദരിയാണ്. ഈ മുത്തശ്ശി കുറച്ചുകൂടി ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വികൃതമായിട്ടുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് അതാക്കിയെടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഈ ലീല ചേച്ചിനെ തന്നെ ഉറപ്പിച്ചതിന് കാരണം എന്താണ്? പിന്നെ ഒരു ചോദ്യം കൂടെ, ഇതിൽ ആൽക്കഹോൾ കോൺസെപ്റ്റ് ഇപ്പോൾ തുഫാനെതിരെയൊക്കെ നന്നായിട്ട് പോരാടിക്കൊണ്ടൊക്കെയാണ് സർക്കാർ. അപ്പോൾ ഇതിൽ ഈ വാർണിംഗ് നോട്ടിഫിക്കേഷൻ ഒരിക്കലും കൊടുത്തിട്ടില്ല. അത് ഈ സ്ക്രീനിൽ കൊടുക്കാത്തതാണോ? പ്രിവ്യൂ ആയതുകൊണ്ടാണോ? ഓക്കെ, ആദ്യമേ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം. ലീല ചേച്ചിയിലോട്ട് എങ്ങനെ വന്നു? ലീല ചേച്ചിയിലേക്ക് ലീനാമേൻ്റെ അടുത്തേക്ക് വന്നത് ആദ്യത്തെ ഒരു ഷോർട്ട് ലിസ്റ്റ് നോക്കി. നമ്മൾ ഇത്ര ആർട്ടിസ്റ്റാണ്. ഇതിൽ മെയിൻ ക്യാരക്ടറാണ് മുത്തശ്ശി എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഒരുപാട് പല സാധനങ്ങൾ ചെയ്യാനുണ്ട്. ചുമ്മാ ഒരു സ്ത്രീയോ അല്ല, ഒരു രക്ഷസാണ്. രക്ഷസനെ പലതരത്തിലുള്ള രക്ഷസ് ഉണ്ടല്ലോ. അപ്പം നോർമലി ഇത് റിയലിസ്റ്റിക് രക്ഷസ് എന്ന രീതിയിലാണ് ഉദ്ദേശിച്ചത്, അല്ലാണ്ട് ഭയങ്കര ഫാൻറ്റസി കാണിക്കുന്ന രക്ഷസല്ല. അപ്പം അവതരണ രീതി അങ്ങനെ റിയലിസ്റ്റിക് ആയി തന്നെ പോകണം എന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ലീലാമ്മയുടെ പൂക്കാലം തൊട്ട് ഇപ്പോൾ പറഞ്ഞ സിനിമകളെല്ലാം കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടപ്പം ലീലാമ്മയോട് ജസ്റ്റ് സബ്ജക്റ്റ് ലുക്ക് വൈസ് ഒരു നീളം ഒരു ഷേപ്പുള്ള മുഖമൊക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ ലുക്ക് മുത്തശ്ശി. അപ്പം അങ്ങനെ ബെറ്റർ ഓപ്ഷൻ ലീലാമയായിരുന്നു. അപ്പോൾ ലീലാമ്മയുടെ ഒരു കഥ പറഞ്ഞു, ലീലാമ്മയ്ക്ക് അപ്പം ഇഷ്ടപ്പെട്ടു. പിന്നെ അങ്ങനെ എടാ മോനെ, നന്ദു ഇത് കുറച്ചുകൊണ്ട് വികൃതമാക്കാൻ ആഗ്രഹിച്ചിരുന്നു. ലീലാമ്മയാണ് ഇത് സമ്മതിക്കാഞ്ഞത്. നമ്മൾ ഞാൻ ഇതിനെ കണക്ട് ചെയ്തിട്ടു. ഇതിനകത്തെ ഇപ്പം ഞാൻ ഡയറക്ടോറിയൽസ് എന്ത് ചെയ്യാനാ നോക്ക്. അതിനകത്ത് ഒരു ആക്ടർ എന്ന രീതിയിൽ ഞാൻ ഇത് കണ്ടു കഴിഞ്ഞ സമയത്ത് ഈ അമിത് ചെയ്ത ഒരു ക്യാരക്ടർ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. ഒരു ലൈഫിലൊരു തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു വ്യക്തി. അപ്പോൾ ആ ക്യാരക്ടറിനെ ഒരു പക്ഷേ ഈ മുത്തശ്ശി എന്ന് പറയുന്ന ആ ക്യാരക്ടർ ചെറിയ കാലം മുതലേ ഏത് രീതിയിലായിരിക്കും ഈ വ്യക്തിയെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ളത്, ഈ ക്യാരക്ടറിനെ. ഇങ്ങനെ എനിക്ക് ഭയങ്കര രസമായിട്ട് എനിക്കത് തോന്നി. കാരണം ഒരു തീരുമാനം എടുക്കാനായിട്ട് പറ്റാത്ത പൈസ അത് അവിടെ ഇരിപ്പുണ്ട് ഇവിടെ. കാരണം അത്ര വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ സ്ക്രിപ്റ്റിങ്ങിൽ ഇല്ലേ ആ ക്യാരക്ടറെ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ആ ശ്രദ്ധ എൻ്റെ കാര്യത്തിൽ വന്നിട്ടില്ല എന്നുള്ള പരാതികളുണ്ട്. ലീലയുടെ കാര്യത്തിൽ അത്രയും ശ്രദ്ധയുണ്ട്. ഒരു അമ്മത്തം എന്ന് പറയുന്നതിനൊക്കെ ഭയങ്കര രസകരമായിട്ട് ഡീപ്പായിട്ട് വർക്ക് ചെയ്ത് പോയിട്ട് എൻ്റെ കാര്യത്തിൽ അത്രയും വന്നില്ല അല്ലേ? കണ്ടന്റിനാണ് പ്രാധാന്യം. അല്ലെങ്കിൽ ഒരു കാലത്ത് താരങ്ങൾക്ക് പ്രാധാന്യം എടുത്തു. ഇന്ന താരത്തിന് ഒരു ഡേറ്റ് കിട്ടിയാലേ പടം മുന്നോട്ട് കൂടുതൽ മാർക്കറ്റ് ആകൂ എന്നൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ്. അപ്പം ഇപ്പോഴത്തെ ഒരു നമ്മളിപ്പോൾ റീസെന്റ് കാണുന്ന സിനിമകൾ നോക്കുകയാണെങ്കിൽ പുതുമുഖങ്ങളാണ്. പക്ഷെ ആ പുതുമുഖങ്ങൾ കൊണ്ടുവരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. അപ്പോൾ ഇറങ്ങി വരുമ്പോൾ ഇവരൊക്കെ ഇത്ര നാൾ എവിടെ ആയിരുന്നു? ഇത്രയും സിനിമയ്ക്ക് തന്നെ ഉണ്ടാകുന്ന ഒരു ഇപ്പോൾ വാഴ ഇറങ്ങി ലേറ്റസ്റ്റ് ആയിട്ട് ബാലൻ ഇറങ്ങിയാലും 1-2 താരങ്ങളേ ഉള്ളൂ അറിയപ്പെടുന്നത്, ബാക്കിയെല്ലാം പുതുമുഖങ്ങളാണ്. അപ്പോൾ ഈ എത്രത്തോളം സ്ട്രഗിളിങ്. എല്ലാവരും പറയുന്നുണ്ട് സിനിമയിൽ വരാൻ എളുപ്പമാണ്, നിലനിൽക്കാനാണ് പാടുന്നത്. അപ്പം ചേട്ടൻ ഇപ്പോൾ ഒരുപാട് സിനിമകൾ ചെയ്യുന്നു. അപ്പം കഥാപാത്രങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരു ചെറിയൊരു പ്രോസസ് അല്ല. ഇപ്പോഴും സ്ട്രഗിളിങ് ഫേസ് ചെയ്യുന്നുണ്ടോ? അതേ ഉള്ളല്ലോ. ഇപ്പം ഞാനൊരു തുറന്ന് പറഞ്ഞിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ കഴിഞ്ഞൊരു 6-7 മാസം ഓടിയ റിസൾട്ട് ഉണ്ടാക്കിയ സിനിമകളും അതിന് മുമ്പോട്ടുള്ള ഒരു കുറച്ച് നാളെടുത്ത് ഇപ്പോൾ നമ്മളുടെ ജാനേമൻ മുതൽ ജാനേമൻ ചെയ്ത് കഴിഞ്ഞ് നമ്മളുടെ ആവേശത്തിന് മുമ്പ് നമ്മുടെ ഓജോബോട്ട് സിനിമയുടെ രോമാഞ്ചം ആണെങ്കിലും അത് കഴിഞ്ഞ് ഇപ്പുറത്തോട്ടെല്ലാം ബ്രദർ ശരിക്കും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന കാസ്റ്റ് ഒന്ന് ശരിക്കും എടുത്ത് നോക്കിയാൽ റീൽസ് ചെയ്തും പ്രൂവ് ചെയ്ത ആൾക്കാരെയാണ് പിക്ക് ചെയ്തേക്കുന്നത്. ഐ മീൻ ആക്ടേഴ്സായിട്ട്. അപ്പം ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു
കഥ കോൺസെപ്റ്റ് ഉണ്ടാക്കുന്ന പുതുമ എന്നും വേണം മലയാള സിനിമയ്ക്ക്. അല്ലെങ്കിൽ അതൊരു പാക്കേജ് ആയിരിക്കണം. നമ്മൾ ഈ പറയുന്ന സോ കോൾഡ് മാർക്കറ്റുള്ള ഇത്ര കോടി ഇവനെ വെച്ച് ചെയ്താൽ ബിസിനസ് കിട്ടും, ഇന്ന ഡയറക്ടർ ഇന്നുണ്ട്, ഇന്ന പ്രൊഡ്യൂസർ പിടിച്ചോ എന്ന് പറഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറെ കോംപ്രമൈസ് ചെയ്താലും കുഴപ്പമില്ല. ദ ഹോൾ പാക്കേജ് സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഒരു പുതുമയുള്ള സബ്ജക്റ്റും കൊണ്ട് പുതിയ ഡയറക്ടർ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന വർക്കാക്കാന്ന് പറഞ്ഞാൽ പിന്നെ റിയലിസ്റ്റിക്കലി കറക്റ്റ് കാസ്റ്റ് ചെയ്യണം, കറക്റ്റ് ടെക്നീഷ്യനെ സെലക്ട് ചെയ്യണം. റിസൾട്ട് ഉണ്ടാക്കാതെ രക്ഷയില്ല. അപ്പോൾ താഴോട്ട് ഇറങ്ങും. അതിന് പറ്റിയ ആൾക്കാരെ സെലക്ട് ചെയ്യാൻ ഇന്ന് വളരെ എളുപ്പമാണ്. നമ്മുടെ മുമ്പിൽ വെറുതെ റീൽസ് നോക്കിയാൽ തന്നെ നമ്മുടെ ക്യാരക്ടേഴ്സിനെ ചിലപ്പോൾ ഒരുത്തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഗണപതിയും നമ്മുടെ ഇപ്പൊ ബാലനിലാണെങ്കിലും അവരുടെ മുമ്പത്തെ പടങ്ങളിലായാലും കാസ്റ്റിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ആ കാസ്റ്റിങ്ങിന് ഇമ്പോർട്ടൻസ് എത്രത്തോളം കൊടുക്കുന്നോ അത്രയും റിസൾട്ട് വരും. അത്രയും റിസൾട്ട് വരുമ്പോൾ ഹോൾ ടീമിനാണ് റിസൾട്ട് കിട്ടുന്നത്. വളരെ നല്ല റിസൾട്ടും ഒരു അപ്രിസിയേഷനും പുറത്ത് കിട്ടിയാൽ അതിൻ്റെ റിസൾട്ട് ഈസ് ഗോയിങ് ഫോർ എൻ്റെ ഡയറക്ഷൻ ടീം, ക്യാമറ ടീം. ഒരു വിജയം ഉണ്ടായാൽ മാത്രമാണ് അതിൽ നിന്നുള്ള ആൾക്കാരെ ഒറ്റുനോക്കുകയുള്ളൂ. 5 പടത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒരു റിസൾട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ടാലൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി PR വർക്ക് ചെയ്യാൻ പറ്റണം നമുക്ക്. അതേപോലെ ആൾക്കാരിൽ ഇപ്പോൾ കാസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിൽ ഈ മുഖം ഓർമ്മ തന്നെ, ഈ ക്യാരക്ടർ ഓർമ്മ തന്നെ. അതിനൊന്നില്ലെങ്കിൽ നമ്മൾ ആ സർക്കിളിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് സംസാരിച്ചുകൊണ്ടിരിക്കണം. ഇതിൻ്റെ ഇടയിൽ കൂടി ഇത് എങ്ങനെ നുഴഞ്ഞു കയറുമെന്ന് ഞാൻ ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടാനുള്ള. അതായത് കൂടുതൽ ഫ്രണ്ട് സർക്കിളിൽ തന്നെ എടുക്കുന്നുണ്ടുള്ള ഒരു പ്രശ്നങ്ങളാണ്. അല്ല, അവരെ കുറ്റം പറയാൻ പറ്റില്ല. എന്താ അറിയോ, അവര് കാസ്റ്റിങ്ങിന് വേണ്ടി എടാ ഇന്നിന്റെ ക്യാരക്ടേഴ്സിനെ അടുത്ത ആഴ്ചക്കുള്ളിൽ ഫൈനലൈസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളും മനുഷ്യനാ. അയാളുടെ ചിന്തയിലും പ്രോസസ്സിലും അയാൾ കണ്ടുമറന്നേക്കുന്ന ആൾക്കാരിൽ മുഖം കാണുകയും സാധനം വരെയും എടുക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നില്ലെങ്കിൽ ആ സർക്കിളിൽ ചെന്ന് വീഴണം. സർക്കിളിൽ വീഴാത്ത അത് എൻ്റെ കുറ്റം മാത്രമാണ്. കാര്യം എനിക്കിപ്പോൾ വെള്ളമടിക്കാൻ പറ്റാത്ത ഒരുത്തനാന്ന് പറഞ്ഞ് വെള്ളമടിക്കുന്ന കമ്പനി പോയി ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കുറ്റമാണത്. എനിക്ക് പുകവലി കമ്പനി ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ പുകവലി കമ്പനി പോയി ഇരിക്കാതെ എൻ്റെ കുറ്റമാണ്. എനിക്ക് സിനിമ കിട്ടാത്തതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആൻസർ ഞാൻ തന്നെയാണ്, വേറെ ആരുമല്ല. എനിക്ക് ഒരു കാസ്റ്റിംഗ് ഡയറക്ടറെയും ഒരു ഡയറക്ടറെയും ഒന്നും. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം പിക്ക് ഫ്രം ദെയർ സർക്കിൾ. പെർഫോം ചെയ്യണമെന്ന് ഉറപ്പ് വേണ്ടേ? കുണ്ട നിർത്തിയിട്ട് പണി വാളിക്ക് കഴിഞ്ഞാൽ തെറിയേക്കും. അപ്പം അവരുടെ സർക്കിളിൽ നിന്ന് കംഫോർട്ട് പിടിക്കരുത് പോവുക. അപ്പം ഐ ബിലീവ് സ്ട്രഗിള് ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിരിപ്പാണ്, വേറെ ആരുടെ അല്ല. അഖില നോർമലി പറഞ്ഞ പോലെ ഇപ്പം 4 ചിത്രങ്ങൾ കഴിഞ്ഞു. അപ്പം ഒരു ആക്ടറിനെ സംബന്ധിച്ച് എല്ലാ ടൈപ്പ് കഥാപാത്രങ്ങളും ഫോം ചെയ്യുക, അത് പെർഫോം ചെയ്യുന്നതിലാണ് ഒരു ആക്ടർ ഒരു ആക്ട്രസിൽ പ്രേക്ഷകൻ സ്വീകരിക്കുന്നത്. ഇപ്പോൾ ലീല എന്ന കഥാപാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ താങ്കൾ ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രം കുറച്ച് ഡിഫറെൻ്റ് ആണ്, കുറച്ചുകൂടെ സീരിയസ് മോഡിലാണ്, കുറച്ചുകൂടെ ഇമോഷണലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ്. അപ്പം ഇനി നോർമലി ഒരു ഹീറോയിൻ ലെവലിലുള്ള എന്ന് പറയുമ്പോൾ എനിക്ക് ഇച്ചിരൂടെ ഹൈപ്പ് കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് ഇച്ചിരൂടെ സ്പേസ് കിട്ടുന്ന ഒരു നോർമലി എല്ലാവരും ചിന്തിക്കുന്നത്. അപ്പോൾ ലീല എന്ന കഥാപാത്രം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഇനി വരുന്ന കഥാപാത്രങ്ങൾ അതുപോലെ ഒരു കഥാപാത്രങ്ങളായിരിക്കണം, ഓഡിയൻസിലേക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കഥാപാത്രങ്ങളായിരിക്കണം എന്ന് നിർബന്ധമുണ്ടോ? അതോ കിട്ടുന്ന കഥാപാത്രം അല്ലെങ്കിൽ നല്ലൊരു ക്രൂ അങ്ങനെ ഒരു ഇതാണോ? എൻ്റെ ഡിസിഷനാണോ ചോദിക്കുന്നത്? എനിക്ക് എന്താ പറയുക, ഇനിയിപ്പോൾ ഇറങ്ങാനുള്ളത് എനിക്കിപ്പോൾ 3 പടം ഇറങ്ങാനുണ്ട്. അപ്പോൾ അതിൽ 2 ലീഡ് റോളാണ്, 1 ക്യാരക്ടർ റോളാണ്. അപ്പം എനിക്കങ്ങനെ പ്രത്യേകിച്ച് ലീഡ് റോള് മാത്രമേ ചെയ്യുള്ളൂ അങ്ങനെയൊന്നുമില്ല. അതായത് എനിക്ക് പെർഫോം ചെയ്യാൻ എന്താണോ ഉള്ളത് അത് നോക്കിയിട്ടാണ് ഞാൻ ഇതുവരെയും ചൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ലൈക്ക് ഞാനിപ്പോൾ എനിക്ക് ഇപ്പോൾ സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ജഡ്ജ്മെൻ്റ് ഉണ്ടാവാറില്ല ഇടയ്ക്ക്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഫ്രണ്ട്സ് അങ്ങനെ ആരെ കൊണ്ടെങ്കിലും മിനിമം 3 പേരെ കൊണ്ട് ഞാൻ വായിപ്പിക്കും. എന്നിട്ട് എല്ലാവരുടെയും ഡിസിഷൻ അല്ലെങ്കിൽ അവരെന്താണ് അവരുടെ അഭിപ്രായങ്ങൾ ഞാൻ കേൾക്കും. അപ്പോൾ ഇവരെല്ലാവരും എന്നോട് പറയുന്നത് തന്നെയാണ്, നിനക്ക് എന്താണോ പെർഫോം ചെയ്യാനുള്ളതെന്ന് നോക്കുക, നിന്റെ കാര്യം നീ നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് നീ ചെയ്യുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇനി വരുന്ന പടത്തിൽ ഇതിൽ ലീഡ് ചെയ്തെന്ന് വെച്ചാൽ അടുത്തതിൽ ലീഡ് മാത്രമേ ചെയ്യുള്ളൂ, അങ്ങനെ ഇല്ല. അപ്പോൾ എന്തായാലും താങ്ക് യു. ഇപ്പം ജൂലൈ 3 ഇറങ്ങുവാണ്. അപ്പം വലിയൊരു ഹിറ്റ് ആവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് മലയാളികൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ല നല്ല പടങ്ങളും വെബ് സീരീസിലും C5 ഞങ്ങൾക്ക് തരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
സോ താങ്ക് യു. ഞാൻ ഇടയ്ക്കൂടെ ഒന്ന് ഇൻട്രപ്റ്റ് ചെയ്യാണ്. ബിക്കോസ് നമ്മുടെ മുത്തശ്ശി ടീമിന് ഇനി ഓൺലൈൻ മീഡിയാസിനൊക്കെ ഇൻ്റർവ്യൂസ് കൊടുക്കാനായിട്ടൊക്കെ അവർക്ക് മൂവ് ചെയ്യണം. സോ ബിഫോർ ദാറ്റ് ഒരു കാര്യം കൂടി ഉണ്ട്. അതായത് മുത്തശ്ശിയുടെ ജേണിയെക്കുറിച്ച് സംസാരിച്ചിരുന്ന സമയത്ത് ഇതിൻ്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ നന്ദൻ മേനൻ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നില്ല. സിൻസ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് മുത്തശ്ശിയെക്കുറിച്ച് അല്ലെങ്കിൽ മുത്തശ്ശിയുടെ ജേണിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുകയാണ്. നമസ്കാരം. മുത്തശ്ശി ടീമിൽ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. നന്ദു എൻ്റെ അടുത്ത് കഥ പറയുമ്പോൾ നന്ദു എന്നെ ഒരു മിസ്റ്ററി വേൾഡിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. അന്ന് കൂടെ കൂടിയിട്ട് അത് യാഥാർത്ഥ്യമാക്കാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. അത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു എന്ന് ഇന്ന് ഷോ കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായി. കൂടെ നിന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ക്യാമറ ടീം, ആർട്ട്, എൻ്റെ എഡീസ്, എല്ലാവരും, ആർട്ടിസ്റ്റുകൾ, അമിത്, അഖില ചേച്ചി, രാജേഷ് ചേട്ടൻ, എല്ലാവരോടും എൻ്റെ ടീമിനോട് എൻ്റെ നന്ദി. നമസ്കാരം. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പ്രസ് മീറ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും C5-ൻ്റെ പേരിലും മുത്തശ്ശി ടീമിൻ്റെ പേരിലും നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. ആൻഡ് നമ്മൾ ലഞ്ചിന് വേണ്ടി ബ്രേക്ക് ചെയ്യാണ്. സോ ഇറ്റ്സ് ടൈം ഫോർ ദ ലഞ്ച് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ്. താങ്ക് യു.